الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم وقالوا ما لهذا الرسول يأكل الطعام ويمشي في الأسواق لولا أنزل إليه ملك فيكون معه نذيرا സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികൾ, പരമകാരുണ്യകനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പ്രാവർത്തികമാക്കി വിശ്വാസികളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ ഖുതുബകളിലും നമ്മൾ ആദ്യമായി കേൾക്കുന്ന കുറേയേറെ വാചകങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. അതിനോട് എത്രമാത്രം ഞാനും നിങ്ങളും കൂറ് പുലർത്തുന്നുണ്ട് എന്നൊന്ന് പരിശോധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ ഖുതുബയുടെ വിഷയം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു മരണവാർത്ത ഇന്ന് ഞാൻ അറിഞ്ഞു. അടുത്ത ദിവസം ഒരു കല്യാണം നടക്കേണ്ടുന്ന വീടാണ്. ആ വീട്ടിലേക്ക് വിദേശത്ത് നിന്ന് ബാപ്പ വരികയാണ്.
വിളിക്കുന്നതിന് വേണ്ടി മകളും ഉമ്മയും അടങ്ങുന്ന കുടുംബം എയർപോർട്ടിലെത്തി പിതാവിനെ സന്തോഷത്തോടെ സ്വീകരിച്ച് കാറിൽ കയറി വീട്ടിലേക്ക് പുറപ്പെട്ടു. നാളെ ഏറെ സന്തോഷമുണ്ടാകേണ്ടുന്ന ആ വീടിന്റെ എത്തുന്നതിന്റെ ഏതാനും അകലം നിർത്തിയിട്ടിരുന്ന ഒരു ലോറിക്ക് പുറകിൽ അവർ സഞ്ചരിച്ചിരുന്ന വാഹനമടിച്ച് ആ പിതാവും 20 വയസ്സുകാരിയായ മകളും മരണപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, എല്ലാ ഖുതുബകളിലും തുടക്കത്തിൽ പറയുന്ന വാചകം പരമകാരുണികനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി സൂക്ഷ്മതയോടുകൂടെ ജീവിക്കണമെന്ന് കേവലം അത് വെറുതെ പറയുന്ന വാക്കുകളല്ല. അതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബ കഴിഞ്ഞു പോകുമ്പോൾ നാം ഓരോരുത്തരും ചിന്തിക്കുക. ആ വാചകങ്ങളിൽ, ഓരോ ജുമഅകളിൽ കേൾക്കുന്ന ആ വാചകങ്ങളിൽ ഞാനും നിങ്ങളും എത്രമാത്രം കൂറ് പുലർത്തുന്നുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിൽ ഒരു നേതാവിനെ പരിചയപ്പെടുത്തുകയാണ്. നാം അറിഞ്ഞിട്ടും അറിയാതെ പോയ ഒരു നേതാവ്. നമ്മൾ ആ പ്രവാചകനെ അല്ലെങ്കിൽ ആ നേതാവിനെ അറിയേണ്ട രൂപത്തിൽ അറിഞ്ഞിട്ടില്ല എങ്കിൽ പോലും നമ്മളറിയാതെ, നമ്മളെ കാണാതെ അങ്ങേയറ്റം സ്നേഹിച്ച ഒരു നേതാവ് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ സ്നേഹത്തെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ പലരെയും നമ്മൾ അനുകരിക്കാറുണ്ട്. ആ അനുകരണം വേഷങ്ങളിലൂടെയാകാം, അതല്ലെങ്കിൽ അവരുടെ വാചകങ്ങളിലൂടെയാകാം, അതല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഇന്റർവ്യൂകൾ കാണുന്നതിലൂടെയാകാം. അങ്ങനെ പല നിലക്ക്, പല രൂപത്തിൽ നാം ആരെയാണോ അനുകരിക്കുന്നത് അവരെ പഠിക്കാൻ ആഗ്രഹിക്കുകയും അറിയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. നോക്കൂ, നിങ്ങൾ മനുഷ്യരെന്ന നിലക്ക് അനുകരിക്കുന്നവരാണ് നമ്മൾ. അത് നമ്മുടെ ഫിത്രത്തിലുള്ളതാണ്. ജനിച്ചാൽ നാം അനുകരിക്കുന്നത് മാതാപിതാക്കളെ. ആ മാതാവും പിതാവും നല്ല രൂപത്തിലാണ് ആ വീട്ടിൽ പെരുമാറുന്നതെങ്കിൽ ആ സ്വഭാവത്തെ കണ്ടുകൊണ്ടാണ് ആ കുട്ടി അവിടെ വളരുന്നത്. അപ്പോൾ ഒരു കുട്ടിയുടെ അനുകരണം, അവൻ അനുകരിക്കുന്നത് മാതാവിനെയും പിതാവിനെയും ആ കുടുംബത്തിലെ കുടുംബാംഗങ്ങളെയുമാണ്. എന്നാൽ കൗമാരത്തിലേക്ക് അവർ കടന്നാൽ അവരുടെ കണ്ണിന്റെ മുന്നിലൂടെ മിന്നിമായുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൽ ആരെങ്കിലും അവരുടെ ഹൃദയാന്തരങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. ആ ആകർഷിക്കപ്പെടുന്ന വ്യക്തിയെക്കുറിച്ച് അറിയാനുള്ള വല്ലാത്ത ഒരു ത്വര മനുഷ്യനുണ്ട്. മനുഷ്യൻ പഠിക്കാറുണ്ട്, മനുഷ്യൻ മനസ്സിലാക്കാറുണ്ട്. ആ അനുകരണങ്ങൾ വല്ലാതെ വഴിവിട്ടു പോകാറുമുണ്ട്. അതിന്റെ പിന്നാലെ സഞ്ചരിക്കുന്ന ആ 10,000 കണക്കിന്, അല്ല അതിനേക്കാളപ്പുറം
കൂട്ടരെ നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ ചെറുപ്പക്കാരെ കാണാൻ പറ്റും, യുവസമൂഹങ്ങളെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു വരുന്നത്, അത്രമേൽ അനുകരണം നടത്തുന്നവരാണ് നമ്മളെങ്കിൽ, പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ നാം അനുകരിക്കേണ്ട, നാം ജീവിതത്തിൽ ഏറെ സ്നേഹിക്കേണ്ടുന്ന മഹാനായ നേതാവ് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത്രമേൽ സ്നേഹിക്കുന്നവരാണോ, അനുകരിക്കുന്നവരാണോ നാം പരിശോധിക്കണം. ആ ഹബീബിനെ അനുകരിക്കാൻ വേണ്ടി, ആ റസൂലുള്ളാഹിനെ അടുത്തറിയാൻ വേണ്ടി പഠനം നടത്തിയവരാണോ നമ്മൾ? ആലോചിക്കണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെക്കുറിച്ച് അറിയുന്നവരാണോ നമ്മൾ? ചിന്തിക്കണം പ്രിയമുള്ളവരെ. നമ്മൾ നാവുകൊണ്ട് പറയുന്നവരാണ്, റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവരാണ്. എങ്കിൽ അങ്ങനെ പറയുന്നവരോടാണ് ചോദ്യം. ആ ഹബീബിന്റെ ജീവിതത്തെക്കുറിച്ചും, ആ ഹബീബിന്റെ കുടുംബത്തെക്കുറിച്ചും, ആ ഹബീബിന്റെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, വിശ്വാസങ്ങളെക്കുറിച്ച്, കർമ്മങ്ങളെക്കുറിച്ചും എത്രമാത്രം അറിവുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയുന്ന, കഴിഞ്ഞ ഖുത്ബയിൽ ഓതി വെച്ച ഒരു ആയത്ത് തന്നെയാണ്. ഇൻഷാ അല്ലാഹ്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. പ്രിയമുള്ളവരെ, ആ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഏറ്റവും നല്ല മാതൃകയുണ്ട്, ഏറ്റവും പെർഫെക്റ്റായ ഒരു മാതൃകയുണ്ട്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആയത്തിന്റെ വിശദീകരണം എഴുതിവെച്ചത് ഹബീബായ റസൂലിന്റെ വാക്കുകളിൽ, ഹബീബായ റസൂലിന്റെ പ്രവൃത്തികളിൽ, ഹബീബായ റസൂലിന്റെ മൗനാനുവാദങ്ങളിൽ ആരെല്ലാം ചേരുന്നുവോ ആ ചേരുന്നതിനെയാണ് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അവിടെ നമുക്ക് ഏറ്റവും നല്ല വാക്കുകളെ കാണാം, ഏറ്റവും നല്ല മാതൃത്വ പ്രവർത്തികളെ കാണാം, ഏറ്റവും നല്ല ജീവിത രീതിയെ കാണാം. ആ ജീവിത രീതിയോട്, വാക്കുകളോട്, പ്രവൃത്തികളോട് ആര് അനുകരണം കാണിക്കുന്നുവോ അവിടെ നല്ല ഒരു മാതൃക കാണാൻ സാധിക്കുമെന്ന് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ള ആളുകൾ വിശദീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മളങ്ങനെ പോയിട്ടുണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രവാചകന്റെ മാതൃകയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ 50ഓളം ആയത്തുകളിലൂടെ വിശദീകരിക്കുന്നുണ്ട്. 50ഓളം ആയത്തുകൾ. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനെ അനുകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് 50ഓളം ആയത്തുകളിലൂടെ ഈ ലോകത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരണം നൽകുകയാണ്. അതിൽ എത്ര ആയത്ത് നമുക്കറിയാം? സഹോദരങ്ങളെ, പഠിക്കണം. നോക്കൂ നിങ്ങൾ, ആ മഹാനായ പ്രവാചകനെ ഏത് കോണിൽ നിന്ന് വീക്ഷിച്ചാലും അവിടെയെല്ലാം നമുക്ക് ഉത്തമമായ ഒരു മാതൃക കാണാൻ പറ്റും, പൂർണ്ണമായ നല്ലൊരു നേതാവിനെ കാണാൻ പറ്റും. നോക്കൂ നിങ്ങൾ, ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ഒരു ഇണയായിരുന്നു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹാക്ക് ഇത്രമേൽ ഇഷ്ടമുള്ള ഒരു ഇണ. നോക്കൂ നിങ്ങൾ, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാത്ത ഒരു ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, നബിയെ, എന്താണ് ഖദീജ ബീവിയോട് വല്ലാത്ത ഒരു ഇഷ്ടം, എന്താണ് നബിയെ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുമ്പോ ഹബീബായ റസൂൽ ആ നല്ല ഇണ ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയുന്ന ഒരു മറുപടിയുണ്ട്. ആ ഹൃദയത്തിന്റെ പ്രണയം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയാണ്, ലോകത്തിന് മാതൃക കാണിക്കാൻ പറ്റുന്ന, ഖിയാമത്ത് നാളോളം മാതൃക കാണിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഇണയാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീബിയോട്, സൈനബ് റളിയല്ലാഹു അൻഹയോട്, മൈമൂന റളിയല്ലാഹു അൻഹയോട്, അങ്ങനെ എല്ലാ ഇണകളോടും ഏറ്റവും നല്ല ഇണയായി കൊണ്ട് ജീവിച്ച ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കുറെ വിശദീകരിക്കാനുണ്ട്.
പ്രവാചകൻ എന്ന ഇണയെക്കുറിച്ച് വിശദീകരിക്കാണ്ട് ഭർത്താവ് എന്ന് പറയാൻ പറ്റൂല. ആ പദത്തെ നമ്മളിൽ നിന്നുണ്ടായതാണ്. ആ പദം ഒരിക്കലും പറയാൻ പറ്റൂല. സൗജ്, അതാണ് ഖുർആൻ ഉപയോഗിച്ച പദം. സൗജ്, സൗജത്ത് ഇരിക്കട്ടെ. ഇനി നിങ്ങൾ നോക്ക്, ഒരു പിതാവെന്ന കോണിൽ മഹാനായ റസൂലിനെ നമ്മളൊന്ന് വീക്ഷിച്ചാൽ ഏറ്റവും നല്ല ഒരു പിതാവിനെ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂലിന് 3 ആൺമക്കളുണ്ടായിരുന്നു. അല്ലേ? റസൂലുള്ളാഹിക്ക് എത്ര മക്കളുണ്ടായിരുന്നു എന്ന് എത്ര പേർക്കറിയാം? മഹാനായ നമ്മുടെ റസൂലിന് നമ്മുടെ ജീവിതത്തെക്കാൾ, നമ്മുടെ ബാപ്പയേക്കാൾ, നമ്മുടെ പൊന്നുമ്മയേക്കാൾ, നമ്മുടെ മക്കളേക്കാൾ, നമ്മുടെ കച്ചവടങ്ങളേക്കാൾ, മറ്റെന്തിനേക്കാളും നാം ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ആ റസൂലിന്റെ ഇണകളെയും മക്കളെയും കുറിച്ച് എത്രമേൽ അറിവുണ്ടെന്ന് പ്രിയമുള്ള മുസ്ലിമേ ഈ പള്ളിയിലിരുന്ന് ചിന്തിക്കണം. 7 മക്കളാണ് അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടായിരുന്നത്. 4 പെൺമക്കളും 3 ആൺമക്കളും. ഇബ്രാഹിം ഒഴികെ മറ്റ്6 മക്കളും ഖദീജ റളിയല്ലാഹു അൻഹയിലുണ്ടായതാണ്. നമുക്ക് പഠിക്കാം. നമ്മുടെ മൊബൈൽ വെറുതെ വിരൽ തുമ്പിലൊന്ന് നബിന്റെ ഹിസ്റ്ററി, നബിന്റെ ഭാര്യമാർ, നബിന്റെ മക്കൾ, നബിയുടെ കുടുംബജീവിതം ഒന്നടിച്ചു നോക്കിയാൽ നമുക്കറിയാവുന്ന ഭാഷയിൽ വായിച്ചെടുക്കാൻ പറ്റും. യാത്രയിൽ, ഒഴിവുള്ള സമയങ്ങളിലൊക്കെ. പക്ഷെ നമ്മൾ കാണുന്നത് പലതാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത് കേൾക്കുന്ന, മനസ്സിലാക്കുന്ന, അറിയുന്ന മുഴുവൻ ആളുകളും ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കണം. പിന്നെ നല്ല ഒരു നേതാവായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ നേതൃത്വത്തെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടിരുന്നു സഹാബ. നോക്കൂ നിങ്ങൾ, ആ റസൂലുള്ളാഹിന്റെ അടുക്കലിരിക്കാൻ, ആ റസൂലുള്ളാഹിന്റെ അടുക്കൽ നിന്ന് പഠിക്കാൻ നല്ല ഒരു അധ്യാപകനായിരുന്നു. ലോകമെന്ന അധ്യാപകർക്കും ഉപദേശം നൽകുന്ന ഏറ്റവും നല്ല അധ്യാപകൻ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിഞ്ഞ നൂറ്റാണ്ടിൽ എന്ന് പറഞ്ഞാൽ ബർനാഡ് ഷേയെ പോലുള്ള സാഹിത്യത്തിൽ അറിയപ്പെടുന്ന ആ നേതാക്കളെ പോലുള്ള ആളുകൾ വിലയിരുത്തിയത് മഹാനായ മുഹമ്മദ് നബി ഈ കാലഘട്ടത്തിൽ ഒരു നേതാവായി വന്നിരുന്നെങ്കിൽ ഈ കാലഘട്ടത്തിന്റെ എല്ലാ അർത്ഥങ്ങളും മാറുമായിരുന്നു, ഇല്ലാതാകുമായിരുന്നു എന്ന് ബർനാഡ് ഷായെ പോലെയുള്ള ആളുകൾ വിലയിരുത്തിയിരുന്നെങ്കിൽ അവർ ഹബീബിനെ പഠിച്ചിട്ടാണ് പറഞ്ഞത്. നമ്മളോ അത്തരാശ ഇപ്പോഴും നമുക്ക് വന്നിട്ടില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നബിദിനം നടത്തുമ്പോൾ വിമർശിച്ചാൽ മാത്രം പോരാ, വിമർശിക്കാനുള്ള അർഹത നമുക്കുണ്ടെന്നും കൂടെ മനസ്സിലാക്കണം. വേണ്ടേ? പഠിക്കണ്ടേ? നബിദിനം ബിദ്അത്താണ്, ശരി ആയിക്കോട്ടെ. പിന്നെ ഏതാ ശരി? ആ ശരി നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഏതാ ശരി? റസൂലുള്ളാഹിനെ അറിയലാണ്, റസൂലുള്ളാഹിനെ സ്നേഹിക്കലാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അതാ പരിശോധിക്കേണ്ടത്. അല്ലേ? നോക്ക് നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ നല്ല പഠിതാവൻ, നല്ല ഒരു മുതഅല്ലിമായിരുന്നു. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചു കൊടുക്കുന്നത് മുഴുവൻ, അല്ലേ, അതിങ്ങനെ പഠിക്കാൻ വല്ലാതെ ധൃതി കാണിച്ചപ്പോഴാ പറഞ്ഞത്, റസൂലുള്ളാഹിനോട് പറഞ്ഞത്, നീ നിന്റെ നാവിട്ട് നീ ചലിപ്പിക്കണ്ട, അത് നിനക്ക് സംരക്ഷണം നൽകാൻ, ആ ഖുർആനിനെ ഹിഫ്ളാക്കാൻ സംരക്ഷിക്കും, ഇൻഷാ അല്ലാഹ് അത് സംരക്ഷിക്കുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ബോധന നൽകുന്നത് മനസ്സിലാക്കണം. നമ്മൾ അത്രത്തോളം നല്ല ഒരു പഠിതാവായിരുന്നു. അതുപോലെ കച്ചവടക്കാരൻ, ഹബീബായ റസൂലിന്റെ കച്ചവടത്തിന്റെ സത്യസന്ധത കണ്ടിട്ടാണ് മഹദി ഖദീജ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അന്വേഷിക്കാൻ വിടുന്നത്. അത്രത്തോളം നല്ല ഒരു കച്ചവടക്കാരനെ ഖദീജ ബിബി റളിയല്ലാഹു അൻഹ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. കുറേയുണ്ട് ആ വിഷയത്തിലൊക്കെ ചരിത്രം പറയാൻ. എന്നത് ചുരുക്കി പറയാൻ, പടനായകനായിരുന്നു മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബദറിന്റെ രണാങ്കളത്തിലേക്ക് സഹാബത്തുമായി പോകുമ്പോ
ഹബീബായ റസൂൽ ഉറങ്ങാതെ അല്ലാഹുവിന്റെ സമക്ഷത്തിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. റഹ്മാനായ നാഥ, ഈ കൊച്ചു സൈന്യത്തെ നീ പരാജയപ്പെടുത്തുകയാണെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ, അത് പ്രചരിപ്പിക്കാൻ ആളുണ്ടാവുകയില്ല റഹ്മാനേ. അല്ലാഹുവേ, വിജയം നൽകണേ റഹ്മാനേ. തൗഹീദിന്റെ പടനായകൻ സർവശക്തനായ റബ്ബിനോട് ദുആ ചെയ്യുകയാ. റസൂല് മാറി നിന്നിട്ട് മറ്റുള്ളവരോട് പണിയെടുപ്പിക്കല്ല. ഉഹദിന്റെ ഖന്തക്കിന്റെ രണാങ്കളത്തിൽ അല്ലാഹുവിന്റെ റസൂല് സഹാബത്തിന്റെ കൂടെ അവിടെ കിടന്നു കയറുകയാണ്, മണ്ണ് വെട്ടുകയാണ്. വിശന്നു വലഞ്ഞ സഹാബത്തിന്റെ കൂടെ വിശന്നു വലഞ്ഞ നേതാവുണ്ട്. പകരം വെക്കാനില്ലാത്ത നേതാവ് എന്ന് പറയുമ്പോൾ അതിന്റെ ഉദാഹരണമായത്. ഇതുപോലത്തെ നേതാവിനെ കിട്ടുമോ? അതുകൊണ്ടാണ് പഠിക്കാൻ പറഞ്ഞ, പഠിച്ച സ്നേഹം കൂടും. അറിയാൻ തുടങ്ങിയാൽ സ്നേഹിക്കും, സ്നേഹിക്കാൻ തുടങ്ങിയാൽ അറിയും. എന്നിട്ട് കുറെ പഠിക്കാണ്ട് റസൂലുള്ളാഹിനെ കുറിച്ചിട്ട്, മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് പഠിക്കുക, അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതിനേക്കാളേറെ ഒരു നല്ല മനുഷ്യനായിരുന്നു റസൂൽ. നല്ല മനുഷ്യനായിരുന്നു. എല്ലാവരോടും, ചെറിയവരോടും വലിയവരോടും മുതിർന്നവരോടും സ്ത്രീകളോടും എല്ലാവരോടും അല്ലാത്ത ഒരു കാരുണ്യമായിരുന്നു പ്രവാചകൻ. റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകർക്ക് തന്നെ കാരുണ്യം. അതാണ് പ്രവാചകൻ. ആ പ്രവാചകനെ കുറിച്ച് പഠിക്കുമ്പോ അല്ലാത്ത ഒരു സുഖമുണ്ടാവും നമുക്ക്. പക്ഷേ നമ്മൾ പഠിക്കാൻ തയ്യാറാകുന്നില്ല. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും, നൂറ്റാണ്ടുകൾ എത്ര കഴിഞ്ഞാലും, പ്രിയമുള്ളവരെ, ആ ഹബീബിനെ മറക്കാൻ കഴിയില്ല. ആ ഹബീബിനെ കുറിച്ച് പഠിക്കുന്തോറും അല്ലാഹു തന്നെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇന്ന് തീരുമാനമെടുക്കണം, നമ്മൾ തീരുമാനമെടുക്കണം. ഇൻഷാ അല്ലാഹ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ആ കിട്ടുന്ന അറിവുകൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രവാചകനെ അറിയുക എന്ന വിഷയം നിങ്ങളും തയ്യാറാകണം. ഒരുപാട് പ്രഭാഷണങ്ങൾ, ഒരുപാട് ഗ്രന്ഥങ്ങൾ. മഹാനായ ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നുണ്ട്, ധാരാളം ഗ്രന്ഥങ്ങൾ. സുനൻ തുർമുദിയുടെ രചയിതാവ് മഹാനായ തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, അദ്ദേഹം ഒരു ഗ്രന്ഥം രചിച്ചു. ആ ഗ്രന്ഥം റസൂലുള്ളാഹിനെ കുറിച്ചാണ്. ആ ഗ്രന്ഥം വായിക്കുകയാണെങ്കിൽ, ആ ഗ്രന്ഥം നമ്മുടെ വീട്ടിലുണ്ട്, എന്നിട്ടത് വായിക്കുകയാണെങ്കിൽ ഹബീബായ റസൂൽ നമ്മുടെ കൂടെയുള്ളതുപോലെ. അത്രമേൽ പഠിച്ചെഴുതപ്പെട്ട ഗ്രന്ഥം. മനസ്സിലായില്ലേ? നമുക്കെന്താ അറിയാം? റസൂലുള്ളാഹിന്റെ വാപ്പാന്റെ പേര് അബ്ദുള്ള, ഉമ്മാന്റെ പേര് ആമിന, അല്ലേ? 40-ാം വയസ്സിൽ നബുവത്ത് കിട്ടി, 63-ാം വയസ്സിൽ വഫാത്തായി. മക്കത്ത് ജനനം, മദീനത്ത് വഫാത്ത്. ഇതിനകത്ത് അപ്പുറം എന്താ അറിയാം? ചിന്തിച്ചോളൂ, നിങ്ങൾ ആലോചിക്കും. ഇതിനപ്പുറത്തേക്ക് നമ്മൾ എന്താ റസൂലുള്ളാഹിനെ കുറിച്ച് പഠിച്ചു? 23 വർഷക്കാലത്തെ പ്രവാചക ജീവിതത്തിലെ ആ അത്ഭുതകരമായ മാറ്റത്തെക്കുറിച്ച് എന്തറിയാം? പിന്നെ എങ്ങനെ നമ്മൾ റസൂലുള്ളാഹിനെ സ്നേഹിക്കുക? അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അതൊക്കെ പഠിക്കുമ്പോഴാണ് നമ്മളൊരു മുസ്ലിം ആകുള്ളൂ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നിങ്ങൾ നോക്കുക, നമുക്കൊന്നും കൂടെ പഠിക്കാം, മനസ്സിലാവാൻ വേണ്ടി പറയാം. മഹാനായ ഈസ നബി അലൈഹിസ്സലാമിനെ, മഹാനായ ഈസ നബി അലൈഹിസ്സലാം, മഹാനവറുകൾ നല്ലൊരു ഭരണകർത്താവാണ് എന്ന നിലയ്ക്ക് പറയാൻ പറ്റില്ല. കാരണം രാജ്യം ഭരിച്ചിട്ടില്ല, ഒരു രാജ്യത്തിന്റെ ഭരണകർത്താവായിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. ഈസാ നബി അലൈഹി സ്വലാമിനെ കുറ്റം പറഞ്ഞതല്ല കേട്ടോ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ടാണ് നല്ല ഒരു ഭരണകർത്താവ് എന്ന് പറയണമെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഭരണം, ഒരു രാജ്യം ഭരിക്കണമായിരുന്നു. പക്ഷേ ഈസാ നബി അലൈഹിസ്സലാം ഭരിക്കപ്പെട്ടവന്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം വിവാഹം കഴിച്ചിട്ടില്ല. അതുകൊണ്ടൊരു നല്ല ഭർത്താവ് എന്ന നിലയ്ക്ക് സമൂഹത്തിനോട് പറയാൻ കഴിഞ്ഞില്ല. എന്റെ വിവാഹം കഴിക്കാത്തത് കൊണ്ടാണ്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ കുറ്റമല്ലാതെ. നല്ല ഒരു പിതാവ് എന്ന് പറയാൻ ഈസാ നബി അലൈഹിസ്സലാമിനെ നമുക്ക് മാതൃകയാക്കാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല, കഴിക്കാത്തത് കൊണ്ട് മക്കളുണ്ടായിട്ടില്ല. അതുകൊണ്ടൊരു പിതാവാണെന്ന് പറയാൻ പറ്റില്ല.
മനസ്സിലായില്ലേ? ആ മഹാനവറുകൾ ലോകത്തോട് വിട പറയുമ്പോ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, പരിപൂർണനായ ഒരു നബി വരാനുണ്ട്, എല്ലാം കൊണ്ടും ലോകത്തിന് മാതൃകയാകുന്ന ഒരു മഹാനായ പ്രവാചകൻ വരാനുണ്ട് എന്ന സൂചന നൽകിക്കൊണ്ടാണ് ഈസാ നബി അലൈഹിസ്സലാം ലോകത്ത് അഥവാ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പോകുന്നത്. മനസ്സിലാവുണ്ടോ? ആ ഒരു വിവരണം നമുക്ക് നൽകണം. ആ വിവരണമാണ് പിന്നീട് മുഹമ്മദ് നബി അലൈഹിസ്സലാമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. സുബ്ഹാനല്ലാഹ്. ആ പ്രവാചക ശൃംഖല അങ്ങോട്ട് കഴിഞ്ഞു. അതോടുകൂടെ മണിമുത്ത് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വശഫീഉനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ലേ? എന്താ പറഞ്ഞതൊക്കെ? ഷഫീഉന എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി ഷഫാഅത്ത് പറയുന്ന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബുന നമ്മുടെ ഹബീബ്, നമ്മുടെ ഇഷ്ടക്കാരൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ റസൂലിനെ നമ്മൾ നന്നായിട്ട് പഠിക്കണം പ്രിയമുള്ളവരെ. നോക്ക്, നിങ്ങൾ ഈ ഹബീബല്ലാത്ത ഒരു നേതാവിനെ നിങ്ങൾ പരിശോധിക്കും. അല്ലേ? ലോകത്ത് ഒരുപാട് വിപ്ലവകാരികൾ ഉണ്ടായിട്ടുണ്ട്. ലോകത്ത് അവരെക്കുറിച്ച് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവർക്കൊക്കെ നെഗറ്റീവുകൾ ഒരുപാടുണ്ട്. ഒരു ഉദാഹരണം നിങ്ങൾക്കറിയുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി ഈ രാജ്യത്തിന് വേണ്ടി അരോഹാദ്രം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പണിയെടുത്ത, ഉറക്കമൊഴിച്ച് ബ്രിട്ടീഷുകാരോട് പോരാടിയ ആ നേതാവ്, രാഷ്ട്രപതി 1922 ബ്രിട്ടീഷുകാരുടെ വസ്ത്രത്തിനോട് ഇനി ആ വസ്ത്രം വേണ്ട, വിദേശ വസ്ത്രം ധരിക്കുകയില്ല എന്ന് ഒരു രാജ്യത്ത് നിന്ന് പ്രഖ്യാപിച്ച രാഷ്ട്രത്തിന്റെ പിതാവ്. ആ രാഷ്ട്രത്തിന്റെ പിതാവിന്റെ മകന്റെ പേര് ഹരിലാൽ എന്നാണ്. ഒരിക്കൽ ഹരിലാല് പിതാവിനെ കണ്ടു ഒരു പ്രോഗ്രാമിൽ. അപ്പൊ ഹരിലാൽ കൊണ്ടുവന്ന ഒരു മധുരം മാതാവിന് കൊടുക്കൻ, കസ്തൂർബാക്ക് കൊടുക്കൻ. അപ്പൊ ഗാന്ധിജി ചോദിച്ചു, ഒരിക്കില്ലേ? മകൻ പറഞ്ഞു, ഹരിലാൽ ഇല്ല. ഈ ഹരിലാൽ മദ്യത്തിനോട് അടിമയായിരുന്നു. ആ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഹരിലാൽ അതിന് കൊടുത്തൊരു മറുപടിയുണ്ട്. നിങ്ങളുടെ ഉയർച്ചയുടെ പിന്നിൽ എന്റെ ഈ അമ്മ എന്ന് പറയുന്ന ഈ സ്ത്രീയുണ്ട്. ഈ സ്ത്രീയുടെ കഷ്ടപ്പാടുണ്ട്, ഈ സ്ത്രീയുടെ വേദനകളുണ്ട്, ഈ സ്ത്രീയുടെ പ്രവർത്തനങ്ങളുണ്ട് എന്ന് പിതാവിനോട് മാതാവിനെ കുറിച്ച് ഹരിലാൽ ഗാന്ധിജിയോട് പറയാൻ. ഇത്രമേൽ അധ്വാനിച്ച ഒരു ഗാന്ധിജിയുടെ പ്രയാസമാണ് ഇപ്പൊ ഈ പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂലിന് ആ പ്രയാസം ഉണ്ടായിട്ടില്ല. അതാ പറഞ്ഞ നല്ലൊരു പിതാവ്. അപ്പൊ നല്ലൊരു പിതാവ് നൽകി ഗാന്ധിജി നമുക്ക് മാതൃകയാകാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അങ്ങനെ ഒരുപാട് ലോകം കണ്ട ഒരുപാട് വിപ്ലവകാരികൾ. ഹിറ്റ്ലർ ഒരുപാട് ആളുകളെ കൊന്നൊടുക്കി, ലക്ഷക്കണക്കിന് വരുന്ന ആളുകളെ കൊന്നൊടുക്കി. ഹിറ്റ്ലർ നേതാവാക്കാൻ പറ്റുമോ? ഇല്ല. ഒരുപാട് തോന്നിവാസങ്ങൾ അവർക്കുണ്ടായിരുന്നു. അവരെ നേതാവാക്കാൻ പറ്റില്ല. അങ്ങനെ ഒന്നുമില്ലാതെ എല്ലാ നിലക്കും നേതാവാക്കാൻ പറ്റുന്ന ഒരേ ഒരു നേതാവ്, പകരക്കാരനില്ലാത്ത ഒരു നേതാവ്, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പഠിക്കണം നമ്മള്. അപ്പൊ അങ്ങനെ വീണ്ടും പഠിക്കാൻ തോന്നും. ജീവിതത്തിൽ കളവ് പറയാത്ത ഒരു നേതാവ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തൊഴിലാളികളോട് മുതലാളിത്ത സ്വഭാവം കാണിക്കാത്ത ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പഠിക്കാൻ തുടങ്ങിയാല് നമ്മുടെ മനസ്സിങ്ങനെ തിളക്കും ആ നേതാവിനെ കുറിച്ച് പഠിക്കാൻ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ തയ്യാറാവുക. ഈ പ്രവാചകനെ കുറിച്ചാണ് അന്നത്തെ മക്കയിലെ ആളുകൾ ചോദിച്ചത്. എന്ത്? വഖാലു മാലി ഹാദ റസൂൽ, ഇതെന്തൊരു റസൂലാണ് കളിയാക്കി ചോദിക്കാൻ. വഖാലു, അവർ പറഞ്ഞു, മാലി ഹാദ റസൂൽ, ഇതെന്ത് റസൂലാ? യഅ്കുലു തആമ വയംശി ഫിൽ അസ്വാഖ്, ഭക്ഷണം കഴിച്ച് അങ്ങാടികളോട് നടക്കുന്ന ഒരു മനുഷ്യൻ, ഇതെന്ത് റസൂലാണ്?
ആലോചിക്കുക. അങ്ങനെ എല്ലായിടത്തും ഉണ്ടായിരുന്നു അള്ളാന്റെ റസൂൽ. ജനങ്ങൾക്കിടയിൽ, സമൂഹത്തിനിടയിൽ, കുടുംബത്തിനിടയിൽ, അങ്ങനെ എവിടെയൊക്കെ പരിശോധിച്ചാലും അള്ളാന്റെ റസൂലിന്റെ ഒരു സാന്നിധ്യം, ഏറ്റവും ഉത്തമമായ പരിപൂർണമായ ഒരു സാന്നിധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ സൂപ്പർ ഹീറോ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഞാനിപ്പോഴത്തെ കാറിലിങ്ങനെ പോകുമ്പോൾ കാറിന്റെ പുറകിൽ ഒരു ഫോട്ടോ കണ്ടു. ആ ഫോട്ടോ കണ്ടപ്പോ എന്റെ ബാക്ക് സീറ്റിലിരുന്ന് എന്റെ മോളതെന്റെ പേര് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഒന്നുകൂടെ പറഞ്ഞു. ഞാൻ കേട്ടിട്ടില്ല. സൂപ്പർമാൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇത് വേറെന്തോ ഒരു പേരാ പറഞ്ഞത്. മക്കളും മൈൻഡിൽ അതുണ്ട്. ആ മൈൻഡിലേക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് സൂപ്പർ ഹീറോ, ഏറ്റവും നല്ല ഹീറോ ഹബീബുന റസൂലുള്ളാഹിയാണ്. ഇന്ന് നമ്മുടെ ലോകത്ത് നടക്കാത്ത ചില പ്രവർത്തനങ്ങൾ നടന്നു എന്ന് കഥകളിലൂടെ, വരകളിലൂടെ, എഴുത്തുകളിലൂടെ, രൂപങ്ങളിലൂടെ കൊണ്ടുവന്ന് നമ്മുടെ കുട്ടികളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക്, അവരുടെ മൈൻഡിലേക്ക് കൊണ്ടുവരുമ്പോ പ്രിയമുള്ളവരെ, അതൊക്കെ കുറെ ഇല്ലാത്തതാണ് അല്ലേ? ചുമരിലൂടെ അള്ളിപ്പിടിച്ച് കയറുന്നവർ. കുട്ടികളോട് ചോദിച്ചാൽ അതിന്റെ പേരൊക്കെ പറഞ്ഞുതരും. ഇപ്പൊ തന്നെ അവിടെ ഇരിക്കുന്ന കുട്ടികൾ ചിരിക്കുന്നുണ്ട്. ഒരു ബിൽഡിങ്ങിൽ നിന്ന് മറ്റേ ബിൽഡിങ്ങിലേക്ക് പറക്കാണ്. കാണുമ്പോ കുട്ടിക്ക് തോന്നാണ്. അങ്ങനെ ചില കുട്ടികളൊക്കെ ചാടി നോക്കി. അവസാനം എന്താ ഉണ്ടായെന്ന് നമുക്കറിയാം. അതിന്റെ വേഷങ്ങൾ വരെ, പാന്റും അതും ബന്ധപ്പെട്ട തൊപ്പിയും സാധനമൊക്കെ കിട്ടും. കുട്ടികളതൊക്കെ ഇട്ടൊന്ന് അനുകരിച്ചു നോക്കും. സുബ്ഹാനല്ലാഹ് കാക്കട്ടെ. മനസ്സിലായില്ലേ? എന്നാൽ ഒരു അപകടവും വരാത്ത അനുഗ്രഹിക്കാൻ പറ്റിയ ഒരു നേതാവ് ഹബീബുന റസൂലുള്ളാഹി. അപ്പൊ അത് പഠിപ്പിച്ചു കൊടുക്കണം വീട്ടിൽ നിന്ന്. മാതാപിതാക്കൾ അതാണ് ചെയ്യേണ്ടത്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അങ്ങനെ ആ റസൂലുള്ളാഹിനെ അടുത്തറിയാൻ, അതുപോലെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. രക്ഷിതാക്കൾ എന്ന നിലക്ക് നമ്മുടെ മക്കളുടെ മുന്നിലേക്ക് ഹീറോയായി, അഥവാ ഏറ്റവും നല്ല, നമ്മളെ ഏറ്റവും അനുകരിക്കേണ്ടുന്ന നേതാവായി ആ റസൂലുള്ളാഹിനെ കൊടുക്കുക. ആ റസൂലുള്ളാഹിന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10ഓളം നന്മകളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുപോലെ ഒരു നേതാവ് ലോകത്തില്ല അല്ലേ? ഒരു നേതാവിന്റെ പേരിൽ സ്വലാത്ത് ഇല്ലാൽ 10 പുണ്യമുണ്ടെന്ന് പറഞ്ഞ് വേറെ ഏത് നേതാവ് ലോകത്തുണ്ട്? അപ്പൊ അങ്ങനെ നോക്കിയാൽ എല്ലാം കൊണ്ട് റസൂൽ എന്താണ്? പരിപൂർണനാണ്. അതുകൊണ്ട് പഠിച്ച വിശ്വാസികളെ ഒന്ന് റെഡിയാവും നമ്മൾ ആ നേതാവിനെ കുറിച്ച് പഠിക്കാൻ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകണം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഉറപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് കേട്ടിട്ടുണ്ടാവും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, നബിയെ, ആ വാചകം ശരിക്കും നിങ്ങൾ നോക്കണം. നിങ്ങളത് ശരിക്ക് കേൾക്കുന്നത് അത് ഉൾക്കൊള്ളാൻ വേണ്ടിയാണെങ്കിൽ നമുക്കൊക്കെ ഒരു വല്ലാത്ത ഒരു മനസ്സിൽ ഒരു തുടിപ്പുണ്ടാവും. ഞാൻ വെറുതെ പറയില്ല. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയാൻ, നബിയെ, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എന്നെ കഴിഞ്ഞിട്ടാണ് നിങ്ങളെ ഭയങ്കര ഇഷ്ടം. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല, അങ്ങനെ പറയരുത് ഉമറേ, ഇങ്ങനെ പറയാൻ പാടില്ല. എന്നിട്ട് റസൂൽ പറയണ, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളൊരാളും മുഅ്മിനാവൂല. ഈ ഹദീസ് കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞു, നിങ്ങളിന്നൊരാളും മുഅ്മിനാവുകയില്ല ഹത്താ അകൂന അഹബ്ബനി, എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ. ആരേക്കാൾ? അന്ന് നമ്മൾ പറഞ്ഞു, ബാപ്പയേക്കാൾ, വലദിഹി വന്നാസി അജ്മഈൻ അല്ലേ? ഉമറേ, നീ നിന്നേക്കാൾ എന്നെ നീ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ മുഅ്മിനാവുകയില്ല ഉമറേ. അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോഴേക്കും ഉമർ റളിയല്ലാഹു അൻഹു തിരുത്തിയിട്ട് പറഞ്ഞു, നബിയേ, ഞാൻ തിരുത്തി. നബിയെ, ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നേക്കാളും ഈ ലോകത്തുള്ള മറ്റെന്തിനേക്കാളും എന്റെ റസൂലിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു നബിയേ. വേറെ വർത്താനല്ല അവിടെ.
അതാണ് നബിയോടുള്ള ഇഷ്ടം. അങ്ങനെ പറയാൻ നമുക്ക് പറ്റുമോ? സഹോദരങ്ങളെ, ചിന്തിച്ചോളെ, ആലോചിച്ചോളെ. അതിനുള്ള അവസരമാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് ആ റസൂലിനെ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ട് മുന്നോട്ട് പോകാം. നേരത്തെ പറഞ്ഞ പോലെ ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ മരണത്തെക്കുറിച്ച് പറഞ്ഞത്. നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. എപ്പോഴാണ്, എവിടെ വെച്ചാണ്, എങ്ങനെയാണ് ഒരു പിടുത്തമില്ല. അതിന് സമയവും പ്രായമൊന്നുമില്ല. ഇന്ന് രാവിലെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. നല്ല അഭ്യാസി, കരാട്ട, അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് പലതും അറിയാവുന്ന ഒരാളാണ്. ആളെന്താണ് മരണത്തോട് മല്ലടിച്ച് കിടക്കാൻ. അത്ര വലിയ പ്രായമൊന്നായിട്ടില്ല. ഒരു ശരീരത്തെ എങ്ങനെ കൊണ്ടുപോകണമെന്നറിയുന്ന ഒരു വ്യക്തിയെപ്പോലും മരണത്തിന്റെ വെക്കിലേക്ക് എത്തിച്ചിരിക്കുമെന്ന്. ഇപ്പൊ സമയം വന്നാൽ ഈ ഒരു ഓർമ്മ നമുക്കുണ്ടാണ്. ആ മരണത്തിന് ശേഷമുള്ള കാലം, അവിടുന്ന് അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതത്തിന് പിന്നീട് നമുക്ക് കൂടെ ഉണ്ടാകുന്ന നമ്മുടെ അമലും നല്ല അമലുകളും പിന്നീട് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ, ആ ശഫാഅത്തും ആ ഹബീബിന്റെ കരങ്ങളാൽ കോരിത്തരുന്ന ഹൗദുൽ കൗസറും ആ ഹബീബിന്റെ കൂടെ പാർക്കാനുള്ള സ്വർഗവുമാണ്. അത് മറക്കരുത്, അത് മറക്കരുത്. അത് നമുക്ക് വേണ്ടത്. അത് ആഗ്രഹിക്കുമ്പോഴേ നമ്മൾ മുസ്ലിം ആവുള്ളൂ. അത് കൊതിക്കുമ്പോഴേ നമ്മൾ മുഅ്മിനാവുള്ളൂ. അതൊക്കെ കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കുമ്പോഴേ മുഅ്മിനും മുസ്ലിമും നമ്മളാവുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് നാവിലൂടെ പറയുന്നവരാകരുത് നമ്മളാരും. നാവിലൂടെ സ്നേഹമുണ്ടെന്ന് പറയുന്നവരാകരുത്, അല്ലേ? ഇൻഷാ അല്ലാഹ്. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, അങ്ങനെയാണോ? ഇനി നിങ്ങൾ നോക്ക്, ഇന്നൊരൊറ്റ ചോദ്യങ്ങളെ മനസ്സിലേക്ക് ഇട്ടുതരാം. ഇനി കുറേ കാര്യങ്ങൾ ഇതുമനുബന്ധിച്ച് പറയാനുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 11 ഭാര്യമാരുടെ പേര്, 11 ഭാര്യമാരുടെ പേര് 2-3 അറിയാം. ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നതാണ്. ഖദീജ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ. അതിനപ്പുറത്തേക്ക് ഞാൻ ആ പേരൊന്ന് പറയാം. വേണമെങ്കിൽ നമ്മുടെ പള്ളി ഗ്രൂപ്പിൽ അതിന്റെ പേരൊന്ന് ടൈപ്പ് ചെയ്തിട്ട് വിടാം, പഠിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ അടിച്ചു വെക്ക്, എപ്പോൾ കിട്ടും. പക്ഷെ നിങ്ങളിപ്പോ ചിന്തിക്കും, ആ 11 പേരുടെ ആ 11 ഇണകളുടെ പേര് വിമർശിക്കാനൊക്കെ വിമർശകർ പറഞ്ഞിട്ട് എന്നിട്ട് നമ്മൾ പഠിച്ചൊന്നാലേ ചാണ്ടി, അല്ലേ? ഒന്ന് ഖദീജയാണ് റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, സൈനബ റളിയല്ലാഹു അൻഹ, മാരിയത്തുൽ ഖിർദ് റളിയല്ലാഹു അൻഹ, റംല റളിയല്ലാഹു അൻഹ, സുഫിയ റളിയല്ലാഹു അൻഹ, അതുപോലെ സൗദ റളിയല്ലാഹു അൻഹ, ഹഫ്സ ബിൻത് ഉമർ റളിയല്ലാഹു അൻഹ, അതുപോലെ റൈഹാൻ ബിൻത് സഅദ് റളിയല്ലാഹു അൻഹ. അല്ലേ? ഇവരൊക്കെ റസൂലുള്ളാഹിന്റെ ഭാര്യമാരാണ്. ഇതൊന്ന് പഠിക്കണം. ഇനി റസൂലുള്ളാഹിയുടെ ഭാര്യയുടെ പേരിനോട് ചേർന്ന മകളൊരു പേരുണ്ട്, സൈനബ് റളിയല്ലാഹു അൻഹ. ഭാര്യയുടെ പേര് സൈനബ ബിൻത് ഖുസൈമ എന്നാണ്. മകളുടെ പേരും സൈനബ റളിയല്ലാഹു അൻഹ ഉണ്ട്. 3 ആൺമക്കളുടെ പേര്, ഒന്ന് ഇബ്രാഹിമാണ്, ഒന്ന് അബ്ദുള്ളയാണ്, ഒന്ന് ഖാസിമാണ്. പഠിക്കണം നമ്മൾ. ഈ മക്കൾ ആരൊക്കെയാണ്? മക്കൾ പിന്നെ കുറേ വഅലിൽ ഫാത്തിമ ബീവിനെ കുറിച്ച് കേട്ടോണ്ട് പിന്നെ ആ പേരെന്തായാലും നമ്മുടെ മനസ്സിലുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ കരളിന്റെ കഷ്ടാണെന്ന് റസൂൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ആ പേരുണ്ടാവും. ബാക്കി മൂന്നാള് വിശ്വാസികൾ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും റസൂലുള്ളാഹിയോട് സ്നേഹം എത്ര. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക, നമ്മൾ ഈ കുറ്റപ്പെടുത്തൽ, ഇപ്പൊ ഈ പറഞ്ഞ കുറ്റപ്പെടുത്തൽ നമ്മൾ സ്വമേധയായിട്ട്. നിങ്ങൾ ആലോചിച്ചോക്ക്, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു താരത്തിനെ കുറിച്ച് നമുക്കറിയില്ലേ? ഭാര്യയുടെ പേര്, മക്കളെത്ര, അയാൾ കളിച്ച കളി എത്ര, അയാൾ കിട്ടിയ അവാർഡ് എത്ര, ഒക്കെ അറിയില്ലേ? അറിയും. സോഷ്യൽ മീഡിയ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള ഇന്റർവ്യൂ ഒക്കെ കാണാനും അത് കേൾക്കാനൊക്കെ നമുക്ക് എന്തൊരു തറയാണ്. എന്തപ്പോ അതുകൊണ്ട് കിട്ടണം? നിങ്ങൾ അങ്ങനെ ആലോചിക്കുക. എന്തെങ്കിലും ഉണ്ടോ നമുക്കതുകൊണ്ട് ഗുണം? ഇല്ല. ഗുണമുള്ള ഒരു നേതാവിനെ കുറിച്ചൊന്ന് പഠിച്ചൂടെ? അതിനെ കുറിച്ചൊന്ന് പഠിക്കുക. അതാണ് പറഞ്ഞത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളെക്കുറിച്ച്, ഖാസിമിനെ കുറിച്ച്, സൈനബ് റളിയല്ലാഹുവിനെ കുറിച്ച്, റുഖിയ റളിയല്ലാഹുവിനെ കുറിച്ച്, ഉമ്മു കുൽസൂം റളിയല്ലാഹുവിനെ കുറിച്ച്, അതുപോലെ തന്നെ അബ്ദുള്ളയെ കുറിച്ച്, അതുപോലെ ഇബ്രാഹിമിനെ കുറിച്ച്, ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കുറിച്ച്, ഇങ്ങനെയുള്ള മക്കളെ കുറിച്ച് 7 ഓളം വരുന്ന മക്കളെ കുറിച്ചൊന്ന് പഠിക്കാൻ. അവരെ പേരടിച്ചിട്ട് സെർച്ച് ചെയ്താൽ കിട്ടും നമുക്ക് അവരുടെ ഹിസ്റ്ററി.
തയ്യാറാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അവിടെ ഒരു തീരുമാനം എടുത്തിട്ട് ഇന്നത്തെ പള്ളിയിൽ നിന്ന് പോവുക, അതൊരു ഗുണമുണ്ടാവും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് അള്ളാഹു എല്ലാ നിലക്കും ആ പ്രവാചകനെ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകനെ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമായി മുഅ്മിനായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഒരു സഹോദരന്റെ അമ്മായി മരണപ്പെട്ടു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിലൊക്കെ കുറേയേറെ ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു നാളെ അവരോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഖുർആനിനെ പഠിക്കാനും പ്രവാചകനെ കുറിച്ച് പഠിക്കാനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين.